ഹായ് ഹലോ വെൽക്കം ബാക്ക് ഐഷുവാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ സുഖമായിട്ടിരിക്കുകയാണ്. എന്നാലും ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹീസുട്ടൻ ഇന്നലെയും നല്ല കരച്ചിലായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇന്ന് ജലദോഷമായിട്ടുണ്ട്. ഇന്നലെ ചെറിയ മൂക്കടപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു. ഇന്നായപ്പോൾ ചെറിയൊരു പനി പോലെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ രാവിലെ പൂച്ച പതുങ്ങുന്നത് പോലെ ആയിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റതും ഫ്രഷ് ആകാനായിട്ട് ബാത്റൂമിൽ കയറിയതും ഒക്കെ. അതിനുശേഷം നേരെ ഇതാ വന്നിട്ട് ഈ ഒരു വിൻഡോ തുറന്നു. എനിക്കെന്തോ അറിയില്ല, ഈ ഒരു വിൻഡോ തുറന്നിട്ട് പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു വലിയൊരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ട ഒരു സന്തോഷമാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കും. അവർ മരത്തിൽ വയ്ക്കുന്ന കിളികൾ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വയ്ക്കുക. അത് കേൾക്കാനായിട്ട് നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നിന്ന് വായി നോക്കിയിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ നേരെ തന്നെ കിച്ചണിലേക്ക് വന്നു. ഫസ്റ്റ് എന്നെ നോക്കുന്നത് മാവാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങിയോ എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കി. യെസ് ഗൈസ്, അപ്പത്തിനുള്ള മാവൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അടുത്ത ബെല്ലോട് കൂടി നാടകം കൂടി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്ന പോലെയാണ് ഗ്യാസ് കുറ്റി ഓണാക്കുന്നതിലൂടെയാണ് എൻ്റെ ഈ ഒരു കിച്ചൻ്റെ പരിപാടി തുടങ്ങുന്നത് ഗൈസ്. അങ്ങനെ ഗ്യാസൊക്കെ ഓണാക്കി അതിന് ശേഷം മാവിന് വേണ്ടിയിട്ടുള്ള ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാവ് ചേർത്തെടുത്തു. ഇന്നലെ രാത്രിയിൽ തന്നെ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടലയൊക്കെ വേവിച്ചതിന് ശേഷമാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ രാവിലെ കുക്കറിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഈസൂട്ടം ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എണീക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എളുപ്പപ്പണി ചെയ്തതാണ്. പക്ഷേ രാവിലെയാണ് ആ പണി കിട്ടിയത് ഞാൻ ഓർക്കുന്നത്. കടല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. സംഭവം ഒരു 3-4 വിസിലൊക്കെ കേട്ടിട്ടാണ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ. പക്ഷേ കടല വെന്തിട്ടില്ലായിരുന്നു ഗൈസ്. പിന്നീട് ഞാൻ കഥയൊക്കെ അടച്ചതിന് ശേഷം കുക്കർ വെച്ചിട്ട് ഒരു 2 വിസിലും കൂടി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചായയൊക്കെ വെച്ചു. പിന്നെ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ രാവിലെ എന്തെങ്കിലുമൊക്കെ മാവാട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിനോ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ മാവാട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എളുപ്പമായിട്ടുള്ള പണി ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലും കറികൾ കൂടി രാത്രിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നേ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ്. രാവിലെ തന്നെ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൂടെ പണിപാളി പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്തോ ഒരു നെഗറ്റീവ് എനർജി കിട്ടും. അങ്ങനെ എന്തായാലും ഞാൻ നേരെ തന്നെ കതക് തുറന്നിട്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഹെയ്സുട്ടൻ ഉറക്കമാണ്. ഇക്ക ഫ്രഷ് ആവാനായിട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. 5 മണിക്ക് മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം പണികളൊക്കെ ഹെയ്സുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ചെയ്ത് തീർക്കാമെന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. നടക്കോ ഇല്ലയോ എന്നറിയാൻ വയ്യ. എന്തായാലും ഹെയ്സുട്ടനെ ഒന്ന് നോക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ അപ്പം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടായിരുന്നേ. കരഞ്ഞൊന്നുമല്ല, മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു പേളിമണിയുടെ പൂവപ്പം കൂടി ഉണ്ടാക്കാമെന്നേ. അങ്ങനെ പൂവപ്പവും ബാക്കി നമ്മുടെ നോർമൽ അപ്പവും കൂടി ഇക്കാക്ക് കടലക്കറിയും കൂടി ചായയൊക്കെ റെഡിയാക്കി ഇക്കാക്ക് കൊണ്ടുവച്ച് കൊടുത്തേ. അങ്ങനെ ഇക്ക ഡ്രസ്സൊക്കെ മാറ്റി വന്നതിന് ശേഷം ഇക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒതുക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. മാക്സിമം പണികൾ തീർക്കണമല്ലോ. അതിനുശേഷം വേസ്റ്റൊക്കെ കെട്ടി വെച്ചു. രാവിലെ ആകുമ്പോൾ ഇക്ക പോകുന്ന സമയത്താണ് വേസ്റ്റ് കൊണ്ടുപോകുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഈ രാവിലെ എന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്, ഉച്ചയ്ക്കത്തെ ഫുഡാണോ എന്നുള്ളത്. അത് ഫുഡൊന്നും അല്ല, അത് വേസ്റ്റാണ്. ഡേ മൈ ലൈഫ് നോക്കിയാലും മനസ്സിലാവുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്ക പോകുന്ന സമയത്താണ് കൊടുത്തു വിടുന്നത്. തൊട്ട് താഴെ തന്നെയാണ്. എന്തായാലും ഒരാൾ പോവുകയല്ലേ, അതുകൊണ്ട് കുറച്ച് വേസ്റ്റും കൂടെ കൊടുത്തു വിടാം. ഇക്ക എന്തായാലും പോകുന്ന സമയത്ത് കളയല്ലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ കൊടുത്തു വിടുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പേളിമണിയുടെ അപ്പവും നോർമൽ നമ്മുടെ അപ്പമൊക്കെ ആയിട്ട് ഇക്കാക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇക്ക കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മീനെടുത്ത് പുറത്ത് വെച്ചേ. ഇന്നലെ വാങ്ങിച്ചു വന്നിട്ടുള്ള അയലപ്പാരയാണ്, നല്ല ഫ്രഷ് ആയിരുന്നേ. അപ്പോൾ രണ്ടും ഇന്ന് തന്നെ കറി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാത്രം എടുത്താൽ മതി, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു ഗൈസ്. പക്ഷേ അത് കട്ട് ചെയ്തപ്പോൾ തൊലിയൊക്കെ ഇളക്കി എല്ലാം റെഡിയാക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു 2 ദിവസത്തേക്ക് ഇങ്ങനെ വെക്കാമെന്ന്. അതിന് ശേഷം മാവ് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഡപ്പയൊക്കെ എടുത്ത് മാവ് ഒഴിച്ചപ്പോഴാണ് ആ പണി കിട്ടിയത് ഞാൻ ഓർക്കുന്നത്. ആ ഡപ്പയിൽ ഓട്ട ഉണ്ടായിരുന്നു. അങ്ങനെ പണി പാളി. പിന്നെ ഞാൻ അതൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം വേറൊരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. മാവ് വേസ്റ്റൊക്കെ കെട്ടി കടയിൽ കൊടുത്തിട്ട് ഇക്കായ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ഇക്ക വേസ്റ്റ് കളഞ്ഞിട്ട് ഇതാ പോയിട്ടുണ്ടേ. പിന്നെ ഞാൻ റൂമിലേക്ക് വന്നേ. റൂമിൽ വന്നപ്പോൾ ഹീസുട്ടൻ നല്ല ഉറക്കമായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറക്കട്ടെ, ആ ഒരു സമയം കൊണ്ട് മാക്സിമം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ മൂടിക്കൊടുത്ത സമയത്ത് ആൾ എഴുന്നേറ്റേ. അപ്പം ഞാൻ പിന്നെ മൂടിക്കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. AC ഒക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ തണുപ്പ് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ. കാരണം മൂക്കടപ്പുള്ളത് കൊണ്ട് ഏറ്റവും കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് റെഡിയാക്കി അവിടേക്ക് ഒന്ന് ഒതുക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്ന് ഹീസൂട്ടനുള്ള കുറുക്ക് കാച്ചാന്ന് വിചാരിച്ച്. ചിലപ്പോഴെങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ കുറുക്കൊക്കെ കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ തന്നെ കുറുക്കും കാച്ചുന്നുണ്ടായിരുന്നേ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം കുക്കർ എന്തായാലും അരി ഇടാൻ വേണ്ടിയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിലിട്ടായിരുന്ന കടലക്കറി മാറ്റിയതിന് ശേഷം അതൊരു വേറെ പാത്രത്തിലാക്കിയിട്ട് അരി കഴുകിയിട്ട് ആ ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. പൈപ്പിൽ നിന്ന് വരുന്നതേ നല്ല ചൂടുവെള്ളമാണ്. അതുകൊണ്ട് ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അത് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം മീനൊക്കെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മീനെടുത്ത് ചട്ടിയിലൊക്കെ ഇട്ടതിന് ശേഷം കട്ട് ചെയ്യാനായിട്ട് എടുത്തപ്പോഴേക്കും ഹീസൂട്ടൻ എഴുന്നേറ്റ്. കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റത്. രാവിലെ എന്നെ കരഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്ന് എന്തോ വലുത് വരാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി എടുത്തിട്ടുണ്ടായിരുന്നേ. കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ അവിടെ ഇട്ടിട്ട് ഓടുന്നത് കേട്ടോ. പെട്ടെന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ ഓടി ചെന്നപ്പോഴേക്കും ഹേസൂട്ടൻ ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി ഇക്കാന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നേ. കൊച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല, രാവിലെ ഇക്ക പോയപ്പോൾ എക്സോസ്റ്റ് ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടായിട്ട് ഹേസൂട്ടൻ വിചാരിച്ചു ഇക്ക അതിനകത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയമായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് സമാധാനിപ്പിച്ച് കുറച്ച് ഇങ്കൊക്കെ കൊടുത്തപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. ഇങ്ക് കൊടുത്തപ്പോൾ തന്നെ ഹേസൂട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ക്ഷീണം ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടത്തിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോഴേക്കും ഹേസൂട്ടൻ എഴുന്നേറ്റ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ തൊട്ടിൽ കിടത്താമെന്ന് വിചാരിച്ചു. തൊട്ടിൽ കിടത്തിയിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരമായിട്ടും കരച്ചിലൊന്നും നിർത്താത്തത് കൊണ്ട് ഇക്കായെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ച സമയത്താണ് ഒന്ന് ഓക്കെ ആയത്. അതിനുശേഷം നല്ല കുട്ടിയായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ TV ഒക്കെ ഇട്ടിട്ട് കുറുക്കൊക്കെ കൊടുക്കാനായിട്ട് കുറുക്കെടുത്തുകൊണ്ട് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നേ. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പകുതി കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം രാത്രിയിൽ നല്ല വിശന്നല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കൊടുത്തിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. 2 വലിയ അയലായിരുന്നു കേട്ടോ, ഫ്രഷ് ആയിരുന്നു. ഇന്നലെ കൊണ്ടുവന്നതേ ഉള്ളൂ. പക്ഷേ ഇക്ക കൊണ്ടുവന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എണ്ണം വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടക്ക, നമുക്ക് 1 എണ്ണം വെച്ചാൽ മതി, ഒരു ദിവസത്തേക്ക് ഒന്ന് മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് 2 ദിവസത്തേക്കായിട്ട് നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നേ. അയലായതുകൊണ്ട് തന്നെ അരച്ച് വെക്കാനേ പറ്റുള്ളൂ. അയല എന്തായാലും തേങ്ങ അരച്ചാണ് വെക്കുന്നത്. 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് കുറച്ച് തക്കാളിയും കറിവേപ്പിലയും മുളകും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അതൊന്ന് വേണ്ടി വരുന്ന സമയം കൊണ്ട് മിക്സിയിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നീട് അത് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് തീർന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു മടിയാണ്. മുളക് പൊടി ഇല്ലാതെ വെക്കാൻ പറ്റുമെന്ന് ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയായിരുന്നു. പിന്നെ പറ്റില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മുളക് പൊടിയൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ചെറിയ ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളകൊക്കെ ഇട്ട് അരച്ച് അതിനുശേഷം അരച്ച അരപ്പ് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻകറി. ഒന്ന് ചെയ്ത് നോക്കണേ. ഒരുപാട് അങ്ങ് മുരിക്കേണ്ട. ഒരു അരച്ച് വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ജസ്റ്റ് ഒന്ന് താളിച്ച് കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക കൂടി അരിഞ്ഞിട്ട് അതിലേക്ക് സവാളയും ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ട് അത് അവിടെ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നേ.
അതിനുശേഷം ചോറും കൂടെ ഊറ്റിയിട്ട് മീൻകറി റെഡിയായി. മീൻ തിളയ്ക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ ചോറും കൂടെ ഊറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കിച്ചണൊക്കെ ഒതുക്കി ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ കഴുകാനേ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഹേസൂട്ടൻ വന്ന് കരയുന്നത് കൊണ്ടാണ് കേട്ടോ. കരയുന്ന സമയത്ത് ഫുൾ അങ്ങനെ കരച്ചിലും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് കോപ്പറേറ്റീവ് ആണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും അല്ല, 1.5 വയസ്സിലേ ആയിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടൊക്കെ വരും. നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. മുക്കാൽ കരച്ചിലും ഞാൻ ഇങ്ങനെ കാര്യമാക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ എടുത്ത് കൊടുത്തങ്ങ് വിടും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സങ്കടം വന്നിട്ടൊക്കെ വന്ന് നോക്ക്. ആ സമയത്ത് ഞാൻ എല്ലാ പണിയും ഓഫ് ചെയ്തിട്ട് ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം വന്ന് ഹേസൂട്ടൻ്റെ അടുത്തിരിക്കേ. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്, അവനും ഒരു സന്തോഷമാവും. അല്ലാണ്ട് ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്കും സങ്കടം വരും, അവനും സങ്കടം വരും. ഒരു ബാലൻസിൽ ഇങ്ങനെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ പണിയും തീർത്തിട്ട് കുറേ നേരം അവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അങ്ങനെ അടിച്ചു വാരി കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ഹേസൂട്ടന് ദേഹം കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്നലെ നല്ല വിയർത്തിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. AC ഇട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് കുറച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തണുപ്പോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹം കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹേസൂട്ടന് ദേഹമൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം ഞാനും കൂടി ദേഹം കഴുകിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസൂട്ടന് കഞ്ഞി പോലെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അതും കൂടി ഇട്ടിട്ട് കഞ്ഞി പോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ചോറ് കഴിച്ചു. രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. രാവിലെ സത്യം പറഞ്ഞാൽ വിശന്നില്ല. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ദേഹം കഴുകി വന്നപ്പോൾ നന്നായിട്ട് വിശന്നായിരുന്നു. അതുകൊണ്ട് വലിയ ആക്രാന്തത്തിൽ ചോറൊക്കെ ഇട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അതിൻ്റെ പകുതി പോലും കഴിക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു ജലദോഷമായിരുന്നു. എനിക്ക് എപ്പോഴും ജലദോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആക്രാന്തമാണ് ഫുഡിനോട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എന്തോ പണി കിട്ടി. ചോറ് എടുത്തുകൊണ്ട് വന്നത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ അച്ചാറുള്ളത് കൊണ്ട് മാത്രം കുറച്ച് കഴിച്ചതാണ്. പിന്നെ അതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഹേസും കൂടെ വന്നിട്ട് സെറ്റിയിലിരുന്ന് ഹേസൂട്ടനും ഞാനും കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് തീർന്നപ്പോൾ ഹേസൂട്ടൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് ഞാൻ കൊണ്ടുവന്ന് തൊട്ടിലൊക്കെ കിടത്തി. പിന്നെ ഞാനും കൂടി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ നല്ല പനിയായി. പനിയൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്ക വിളിച്ചപ്പോൾ സൗണ്ടൊന്നും പുറത്ത് വരാത്തത് കൊണ്ട് താഴെ നിന്ന് കോഫിയൊക്കെ ആയിട്ടാണ് വന്നത്. കോഫിയും എന്തൊക്കെയോ സ്നാക്സൊക്കെ ആയിട്ട് വന്നു. പക്ഷേ സ്നാക്സ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ചൂടോടെ തന്നെ കോഫി കുടിച്ചപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ടാബ്ലറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. നല്ല പനിയുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് മാക്സിമം നേരത്തെ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.